നക്ഷത്രമണ്ഡലത്തിലെ 17ാമത്തെ നക്ഷത്രമായ അനിഴം വൃശ്ചികം രാശിയുടെ ഹൃദയഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. ശനി ഭഗവാൻ അധിപനായ ഈ നക്ഷത്രം കഠിനാധ്വാനത്തിന്റെയും ക്ഷമയുടെയും അർപ്പണബോധത്തിന്റെയും പ്രതീകമാണ്. ചതുപ്പിൽ വിരിയുന്ന താമരപ്പൂവാണ് അനിഴത്തിന്റെ അടയാളം. എത്ര മോശമായ സാഹചര്യത്തിലും സ്വയം വളരാനും ചുറ്റുമുള്ളവർക്ക് സുഗന്ധം പകരാനും കഴിവുള്ളവരാണ് അനിഴം നക്ഷത്രക്കാർ. എന്നാൽ 2026 ഏപ്രിൽ മാസം ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു കലണ്ടർ മാറ്റം എന്നതിലുപരി അവരുടെ ജീവിതത്തിലെ പല സുപ്രധാന തീരുമാനങ്ങളുടെയും സാമ്പത്തിക മാറ്റങ്ങളുടെയും ഒരു നിർണായക സന്ധിയാണ്. ജ്യോതിഷപരമായ കണക്കെടുപ്പുകൾ പ്രകാരം 2026 ഏപ്രിൽ മാസത്തിൽ ആകാശത്ത് സംഭവിക്കുന്ന ഗ്രഹചലനങ്ങൾ അത്യന്തം കൗതുകകരമാണ്. കർമ്മബലദാതാവായ ശനി മീനം രാശിയിൽ സഞ്ചരിക്കുമ്പോൾ ഭാഗ്യകാരകനായ വ്യാഴം മിഥുനം രാശിയിൽ തന്റെ പ്രയാണം തുടരുന്നു. ഇത് അനിഴം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സമ്മിശ്രമെന്ന് ഒറ്റ വാക്കിൽ തന്നെ പറയാമെങ്കിലും ആഴത്തിൽ പരിശോധിച്ചാൽ വലിയ അവസരങ്ങളുടെ ഒരു ഖനിയാണ് ഈ മാസം തുറന്നു തരുന്നത്. കഴിഞ്ഞ കുറച്ചു കാലമായി സാമ്പത്തികമായും തൊഴിൽപരമായും വലിയ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന അനിഴം നക്ഷത്രക്കാർക്ക് ഇരുളടങ്ങിയ പാതയിൽ തെളിയുന്ന ഒരു വിളക്കുമാടമായി ഈ മാസം അനുഭവപ്പെടും. അനിഴം നക്ഷത്രക്കാരുടെ രാശാധിപൻ ചൊവ്വയാണ്. ധൈര്യത്തിന്റെയും പോരാട്ട വീര്യത്തിന്റെയും പ്രതീകമായ ചൊവ്വയുടെ ഊർജവും നക്ഷത്രാധിപനായ ശനിയുടെ അച്ചടക്കവും ഒത്തുചേരുമ്പോൾ ഈ മാസം ഒരു വ്യക്തിത്വ മാറ്റത്തിന് വഴിതെളിക്കും. 2026 ഏപ്രിലിൽ സൂര്യൻ തന്റെ ഉച്ചരാശിയായ മേടത്തിലേക്ക് പ്രവേശിക്കുന്നത് അനിഴം നക്ഷത്രക്കാരുടെ 6ാം ഭാവത്തെ ഉത്തേജിപ്പിക്കും. ഇത് രോഗം, കടം, ശത്രുക്കൾ എന്നിവയ്ക്ക് മേൽ വിജയം നേടാൻ നിങ്ങളെ പ്രാപ്തരാക്കും. സാമ്പത്തികമായി തളർന്നു നിൽക്കുന്നവർക്ക് ഒരു പുതുജീവൻ ലഭിക്കുന്ന കാലമാണിത്. പലപ്പോഴും അനിഴം നക്ഷത്രക്കാർ പുറമേ ശാന്തരായി കാണപ്പെടുമെങ്കിലും അവരുടെ ഉള്ളിൽ വലിയൊരു സ്വപ്നലോകം പടുത്തുയർത്തിയിട്ടുണ്ടാകും. ആ സ്വപ്നങ്ങൾക്ക് സാമ്പത്തികമായ കരുത്ത് നൽകാൻ 2026 ഏപ്രിൽ മാസത്തിലെ ഗ്രഹനിലകൾ ഒത്തുചേരുന്നു എന്നതാണ് ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത. വിദേശ യാത്രകൾക്കായി വർഷങ്ങളായി കാത്തിരിക്കുന്നവർക്കും മുടങ്ങിക്കിടന്ന ബിസിനസ് സംരംഭങ്ങൾ പുനരാരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ മാസം പ്രകൃതി നൽകുന്ന സൂചനകൾ ശുഭകരമാണ്. എങ്കിലും വ്യാഴത്തിന്റെ 8ാം ഭാവത്തിലെ സ്ഥിതി അല്പം ജാഗ്രതയും ആവശ്യപ്പെടുന്നുണ്ട്. അപ്രതീക്ഷിതമെന്ന വാക്കായിരിക്കും ഈ മാസത്തെ നിങ്ങളുടെ സാമ്പത്തിക ജീവിതത്തെ നയിക്കുക. അത് അപ്രതീക്ഷിതമായ ലാഭമാകാം, ചിലപ്പോൾ അപ്രതീക്ഷിതമായ ചിലവുകളാകാം. ഈ ഒരു വലിയ ക്യാൻവാസിൽ നിന്നുകൊണ്ട് വേണം നിങ്ങളുടെ വരുമാനം, നിക്ഷേപം, ബിസിനസ് എന്നിവയെ വിലയിരുത്താൻ. ഈ മാസം നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയുള്ള സാമ്പത്തിക ചലനങ്ങളാണ് സൃഷ്ടിക്കാൻ പോകുന്നത്? പണം എവിടെ നിന്ന് വരും? നിങ്ങൾ എവിടെ തോറ്റുപോയേക്കാം? എവിടെയാണ് നിങ്ങളുടെ ഭാഗ്യം ഒളിഞ്ഞിരിക്കുന്നത്? ഈ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായ ഉത്തരങ്ങൾ തേടുകയാണ് ഈ വീഡിയോയിലൂടെ. അനിഴം നക്ഷത്രക്കാരുടെ കരിയറിലെ കുതിച്ചുചാട്ടവും വിദേശത്ത് ലഭിക്കാൻ പോകുന്ന സുവർണാവസരങ്ങളും ബിസിനസ്സിലെ തന്ത്രപരമായ നീക്കങ്ങളും നാം ഇവിടെ വിശദമായി പരിശോധിക്കുന്നു. ജീവിതത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ നിങ്ങൾ ചെയ്യേണ്ട പരിഹാരങ്ങളും ഈ വിശകലനത്തിന്റെ ഭാഗമാണ്. 2026 ഏപ്രിൽ മാസം അനിഴം നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി ഉയർച്ച താഴ്ചകൾ നിറഞ്ഞ മാസമായിരിക്കും. എങ്കിലും ചില പ്രത്യേക ധനയോഗങ്ങൾ ഈ മാസം നിങ്ങളെ തേടിയെത്തിയേക്കാം. വ്യാഴം നിങ്ങളുടെ രാശിയുടെ 8ാം ഭാവത്തിൽ നിൽക്കുന്നത് സാധാരണയായി പ്രതികൂലമായി കരുതാമെങ്കിലും അപ്രതീക്ഷിത ധനലബ്ധിക്ക് ഇത് കാരണമാകാറുണ്ട്. മുൻപ് എവിടെയെങ്കിലും കുടുങ്ങിക്കിടന്ന പണം ഈ മാസം തിരികെ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇൻഷുറൻസ് ക്ലെയിമുകൾ, പാരമ്പര്യമായി ലഭിക്കേണ്ട സ്വത്തുക്കൾ എന്നിവയിൽ നിന്ന് അനുകൂലമായ തീരുമാനം പ്രതീക്ഷിക്കാം. നിങ്ങളുടെ പ്രധാന വരുമാന മാർഗങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടാകില്ലെങ്കിലും ചെലവുകൾ വർദ്ധിക്കുന്നത് സമ്പാദ്യത്തെ ബാധിച്ചേക്കാം. മാസത്തിന്റെ 2ാം പകുതിയോടെ പുതിയ വരുമാന മാർഗങ്ങൾ തുറന്നു കിട്ടും. ഫ്രീലാൻസ് ജോലികൾ ചെയ്യുന്നവർക്കും കമ്മീഷൻ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവർക്കും മികച്ച ലാഭം കൊയ്യാൻ സാധിക്കുന്ന സമയമാണിത്. ഏപ്രിൽ 15-ന് ശേഷം സൂര്യൻ മേടം രാശിയിൽ ഉച്ചസ്ഥിതിയിൽ എത്തുമ്പോൾ നിങ്ങളുടെ 6ാം ഭാവത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. ഇത് ശത്രുക്കളുടെ മേൽ വിജയം നേടുന്നതിനും അതിലൂടെ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിനും സഹായിക്കും. കടബാധ്യതകൾ തീർക്കാൻ അനുകൂലമായ സാഹചര്യങ്ങൾ ഒത്തുവരും. തൊഴിൽ രംഗത്ത് അനിഴം നക്ഷത്രക്കാർക്ക് 2026 ഏപ്രിൽ മാസം കഠിനാധ്വാനത്തിന്റെ സമയമാണ്. 10ാം ഭാവത്തിലെ കേതുവിന്റെ സാന്നിധ്യം ജോലിയിൽ ചില സമയങ്ങളിൽ മടുപ്പ് തോന്നിക്കാൻ ഇടയാക്കും. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റത്തിന് സാധ്യതയുണ്ട്. എങ്കിലും സഹപ്രവർത്തകരിൽ നിന്നുള്ള കുതന്ത്രങ്ങളെ അതിജീവിക്കേണ്ടി വരും. സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. നിങ്ങളുടെ കഴിവ് തെളിയിക്കാൻ ലഭിക്കുന്ന അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. ഏപ്രിൽ 3ാം വാരത്തിൽ മേലുദ്യോഗസ്ഥരിൽ നിന്ന് പ്രശംസ പിടിച്ചുപറ്റാൻ സാധിക്കും. നിലവിലുള്ള ജോലിയിൽ അതൃപ്തിയുള്ളവർക്ക് മാറ്റത്തിന് ശ്രമിക്കാവുന്നതാണ്. എന്നാൽ ചാടിപ്പിടിച്ചൊരു തീരുമാനം എടുക്കരുത്. ഓഫർ ലെറ്റർ കയ്യിൽ കിട്ടിയതിനു ശേഷം മാത്രം നിലവിലെ ജോലി രാജിവെക്കുക. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്ന അനിഴം നക്ഷത്രക്കാർക്ക് ഈ മാസം വളരെ അനുകൂലമാണ്. 9ാം ഭാവത്തിന്റെ അധിപനും വ്യാഴവും തമ്മിലുള്ള ബന്ധം വിദേശ യാത്രകൾക്ക് വഴിതെളിക്കും. വിസ സംബന്ധമായ തടസ്സങ്ങൾ നീങ്ങും. പ്രത്യേകിച്ച് മെഡിക്കൽ, IT, എഞ്ചിനീയറിംഗ് മേഖലകളിലുള്ളവർക്ക് വിദേശത്ത് നിന്ന് മികച്ച അവസരങ്ങൾ ലഭിക്കും. PR നടപടികൾക്കായി കാത്തിരിക്കുന്നവർക്ക് ശുഭവാർത്ത പ്രതീക്ഷിക്കാം.
ഏപ്രിൽ മാസം പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമാണ്. എന്നാൽ പാർട്ണർഷിപ്പ് ബിസിനസ്സുകളിൽ വളരെയധികം ശ്രദ്ധിക്കണം. കരാറുകളിൽ ഒപ്പിടുമ്പോൾ നിയമവിദഗ്ധരുടെ ഉപദേശം തേടുന്നത് നന്നായിരിക്കും. നിർമ്മാണ മേഖല, റിയൽ എസ്റ്റേറ്റ് എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച ലാഭം ലഭിക്കും. പഴയ സ്റ്റോക്കുകൾ വിറ്റഴിക്കാൻ സാധിക്കും. ഉപഭോക്താക്കളുമായുള്ള ബന്ധം മെച്ചപ്പെടുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ ഗുണം ചെയ്യും. കലാകാരന്മാർ, എഴുത്തുകാർ, കൺസൾട്ടന്റ്മാർ എന്നിവർക്ക് തങ്ങളുടെ മേഖലയിൽ പ്രശസ്തിയും പണവും ലഭിക്കുന്ന മാസമായിരിക്കും ഇത്. സോഷ്യൽ മീഡിയ വഴി ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ ഓർഡറുകൾ ലഭിക്കും. വരുമാനം വർദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ അനാവശ്യ ചെലവുകളും നിങ്ങളെ അലട്ടും. കുടുംബാംഗങ്ങളുടെയോ നിങ്ങളുടെ തന്നെയോ ആരോഗ്യത്തിനായി പണം ചെലവഴിക്കേണ്ടി വരും. 4-ാം ഭാവത്തിലെ രാഹു വീടിനായി പണം ചെലവഴിക്കാൻ പ്രേരിപ്പിക്കും. അനാവശ്യമായ ആഡംബര വസ്തുക്കൾ വാങ്ങി പണം നശിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. തീർത്ഥാടനങ്ങൾക്കോ വിനോദയാത്രകൾക്കോ ആയി വലിയൊരു തുക മാറ്റിവെക്കേണ്ടി വരും. ചെലവുകൾ നിയന്ത്രിക്കാൻ കൃത്യമായ ഒരു ബഡ്ജറ്റ് പ്ലാൻ തയ്യാറാക്കുന്നത് നന്നായിരിക്കും. സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ അനിഴം നക്ഷത്രക്കാർ ഈ മാസം ചില കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. വ്യാഴം 8-ൽ നിൽക്കുന്നതിനാൽ ഊഹക്കച്ചവടങ്ങൾ ഒഴിവാക്കുന്നതാണ് ഉചിതം. ദീർഘകാല നിക്ഷേപങ്ങൾ മാത്രം പരിഗണിക്കുക. സ്വർണത്തിൽ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മാസത്തിന്റെ ആദ്യ പകുതി ഉത്തമമാണ്. ഭൂമി വാങ്ങാനോ വീട് പണിയാനോ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം നല്ലതാണ്. എന്നാൽ രേഖകൾ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുക. റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്തവർക്ക് സുരക്ഷിതമായ ബാങ്ക് നിക്ഷേപങ്ങൾ തിരഞ്ഞെടുക്കാം. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കുമെങ്കിലും ചെറിയ ചില തർക്കങ്ങൾ ഉണ്ടായേക്കാം. പങ്കാളിയുമായി നിലനിന്നിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കപ്പെടും. പങ്കാളിയുടെ പേരിൽ നടത്തുന്ന നിക്ഷേപങ്ങൾ ലാഭകരമാകും. പ്രണയിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. വിവാഹ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും. മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിലോ തൊഴിൽ കാര്യത്തിലോ ചില ആശങ്കകൾ ഉണ്ടായേക്കാം. എന്നാൽ മാസാവസാനത്തോടെ അവ പരിഹരിക്കപ്പെടും. ശാരീരികമായ ചില ബുദ്ധിമുട്ടുകൾ ഈ മാസം നേരിടേണ്ടി വന്നേക്കാം. വിട്ടുമാറാത്ത അസുഖങ്ങൾ ഉള്ളവർ കൃത്യമായ പരിശോധനകൾ നടത്തണം. ഭക്ഷണകാര്യത്തിൽ നിയന്ത്രണം പാലിക്കുക. പുറത്തുനിന്നുള്ള ഭക്ഷണം പരമാവധി ഒഴിവാക്കുക. അമിതമായ ജോലിഭാരം മൂലം മാനസിക സമ്മർദ്ദം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. യോഗ, ധ്യാനം എന്നിവ ശീലിക്കുന്നത് ഗുണം ചെയ്യും. 2026 ഏപ്രിൽ മാസം അനിഴം നക്ഷത്രക്കാർ ചില കാര്യങ്ങളിൽ അതീവ ജാഗ്രത പാലിക്കണം. കുടുംബത്തിലോ തൊഴിലിടത്തോ സംസാരിക്കുമ്പോൾ സംയമനം പാലിക്കുക. നിങ്ങളുടെ വാക്കുകൾ തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ആർക്കും സാമ്പത്തിക കാര്യങ്ങളിൽ ജാമ്യം നിൽക്കാനോ വലിയ തുകകൾ കടം നൽകാനോ ഈ മാസം മുതിരരുത്. യാത്രകളിൽ, പ്രത്യേകിച്ച് രാത്രികാല യാത്രകളിൽ വേഗത കുറയ്ക്കുക. വാഹനത്തിന് അറ്റകുറ്റപ്പണികൾ ആവശ്യമാണെങ്കിൽ അതുടൻ ചെയ്യുക. ടാക്സ് റിട്ടേണുകൾ, ലൈസൻസുകൾ തുടങ്ങിയ നിയമപരമായ കാര്യങ്ങളിൽ വീഴ്ചകൾ വരുത്തരുത്. ഗ്രഹദോഷങ്ങൾ അകറ്റുന്നതിനും ഭാഗ്യം വർദ്ധിപ്പിക്കുന്നതിനും ചില പരിഹാരങ്ങൾ ചെയ്യുന്നത് ഉചിതമായിരിക്കും. അനിഴം ശനിയുടെ നക്ഷത്രമായതിനാൽ ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും നീരാജനം വഴിപാടായി കഴിപ്പിക്കുകയും ചെയ്യുക. വ്യാഴം 8-ാം ഭാവത്തിൽ നിൽക്കുന്നതിന്റെ ദോഷം തീർക്കാൻ വ്യാഴാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുകയോ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വെണ്ണ വഴിപാട് നടത്തുകയോ ചെയ്യുക. രാശാധിപനായ ചൊവ്വയെ പ്രീതിപ്പെടുത്താൻ ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യ സ്വാമിക്ക് പനിനീർ അഭിഷേകം നടത്തുന്നത് ഉത്തമമാണ്. ശനിയാഴ്ചകളിൽ പാവപ്പെട്ടവർക്ക് കറുത്ത വസ്ത്രമോ എള്ളോ ദാനം ചെയ്യുന്നത് തടസ്സങ്ങൾ നീങ്ങാൻ സഹായിക്കും. മിത്രദേവനെ പ്രാർത്ഥിക്കുന്നത് ബന്ധങ്ങൾ ദൃഢമാക്കാനും മനസ്സമാധാനത്തിനും സഹായിക്കും. മാസത്തിലെ അനുകൂല ദിവസങ്ങൾ നോക്കുമ്പോൾ ഏപ്രിൽ 4, 5, 13, 14, 22, 23, ഏപ്രിൽ 8, 9, 18, 19, 27 തുടങ്ങിയ ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നത് ഒഴിവാക്കുക. 2026 ഏപ്രിൽ മാസം അനിഴം നക്ഷത്രക്കാർക്ക് വളർച്ചയുടെയും പരീക്ഷണങ്ങളുടെയും ഒരു മിശ്രിതമാണ്. സാമ്പത്തികമായി പുതിയ വാതിലുകൾ തുറക്കപ്പെടുമെങ്കിലും ചെലവുകളുടെ കാര്യത്തിൽ നിയന്ത്രണം വേണം. വിദേശയാത്രയ്ക്കും തൊഴിൽ മാറ്റത്തിനും ഈ മാസം അവസരങ്ങൾ നൽകും. കുടുംബാംഗങ്ങളുടെ പിന്തുണ നിങ്ങൾക്ക് വലിയ ആശ്വാസമാകും. ആത്മവിശ്വാസത്തോടെയും ഈശ്വരവിശ്വാസത്തോടെയും മുന്നോട്ട് പോയാൽ ഏപ്രിൽ മാസം നിങ്ങൾക്ക് ഐശ്വര്യപൂർണ്ണമാക്കാൻ സാധിക്കും.